കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ മണി എന്തിയ മാധവ. പലതവണ നോം പറഞ്ഞിട്ടുണ്ട് മണി എടുത്ത് കളിക്കരുത്, കളിക്കാൻ പറ്റിയ സാധനമല്ല. നിനക്ക് വേണ്ടിയുള്ള കുക്കുംബറൊക്കെ ഞാൻ വാങ്ങി തരുന്നുണ്ടല്ലോ. എന്താ മാധവ കാണിക്കുന്നേ? മണിങ്ങി കൊണ്ടുവാ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ. അതെ, അതുപോലെ നെഞ്ഞി കൊണ്ടുവാ. കിലുക്കി കിലുക്കി. മാധവ മണിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, മണി കാണുന്നില്ല. കളിക്കാതെ മണിതാ മാധവ. മാധവ കളിക്കാതെ മണിതാ മാധവ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിക്കും. ഏയ് ആരാ നീ? നിനക്ക് എന്താ വേണ്ടേ? ബിസിനസ് ക്ലാസ്. ഓ, ഞാനിന്ന് നിന്നെ ബിസിനസ് ക്ലാസ്സിലോട്ട് പറഞ്ഞു വിടാം. കമോൺ, വാച്ച് മൈ റീൽ. നമുക്കൊരു ക്ലിപ്പ് കണ്ടിട്ട് വരാം. ഓക്കെ, കമോൺ. സുനീത സുനീത സുധിയേട്ടാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് വരാ. ഞാൻ എത്തിയിട്ടോ ഇവിടെയാ. ഞാൻ എത്തി കേട്ടോ ഇവിടെ. അതിന് പറഞ്ഞു ഞാൻ എത്തി കേട്ടോ എവിടെയാ. ഇത് ഏത് ലാംഗ്വേജ് ആയത്? ഇത് ഏത് ഏലിയനാണ് ഇതൊന്ന് സംസാരിക്കുന്ന? എത്തി കേട്ടോ എവിടെയാ. ഇത് പാട്ടുണ്ടാക്കുന്ന കമ്പോസ് ചെയ്ത അതിനകത്തിരുന്ന്. ആ എക്സ്പ്രഷൻ ഒന്നും ഇവനെ കോച്ചി പിടിച്ചാ അതോ ജന്നി വന്നത്? ഇവന് എന്തടി? സോറി, ഇവൻ എന്താടാ? രണ്ട് കറക്റ്റ് ആണ്. ഇവിടെ ഈ ട്രാൻസ്ഫോമർ കളിയാക്ക. സോറി, ഇതിന്റെ പേരെന്താ? ഒപ്റ്റിമസ് പ്രൈമ അല്ല, ജാൻമണി. അപ്പൊ ഈ ജാൻമണി ഇവിടെ കളിയാക്കുന്നതെന്ന് പറയുമ്പോൾ രേണു സുധി എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെയാണ്. സോറി, രേണു സുധി എന്ന് പറഞ്ഞ തള്ളേനെയാണ്. കാരണം ഞാൻ അവരെ സപ്പോർട്ടും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ അവരെ ഹേറ്റും ചെയ്യുന്നില്ല. അവർ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു റിയാലിറ്റി ഷോയിലോട്ട് കയറുമ്പോൾ അവരുടെ സന്തോഷം തന്റെ മരിച്ചുപോയ ഭർത്താവായിട്ട് പങ്കുവെച്ചുകൊണ്ട് കയറുന്നു. കണ്ടോ, ഈ രേണു സുധി എന്ന് പറഞ്ഞ ഈ ഒരു സഹോദരി തന്റെ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ ഒരു വലിയൊരു റിയാലിറ്റി ഷോയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ വളരെ സ്നേഹപൂർവ്വം ഒരു മെസ്സേജ് കൊടുത്തിട്ടാണ് കയറുന്നത്. പക്ഷെ ഈ സാധനം എന്തോന്നുണ്ടാക്കാനാണ്, എന്തോ പൂ പറിക്കാനാണ് ഈ കൊച്ചിനെ കളിയാക്കുന്നതെന്ന് എനിക്കറിയാം. സോറി, കൊച്ചല്ല, തള്ള. ഈ തള്ളനെ കളിയാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. Okay, January. You can say that you are identified as a gay, lesbian, motorcycle, transgender, transformer, bisexual, motorcycle, Tata Nano, Maruti Suzuki 800, Tata Harrier, Honda City, Volkswagen, Ferrari, Lamborghini, Ninja, ഒരു മിനിറ്റ്. താങ്കൾ ഒരു ബിഗ് ബോസിൽ പോയ ഒരാളെ കളിയാക്കുമ്പോൾ താങ്കൾ എങ്ങനെയായിരുന്നു ബിഗ് ബോസിനകത്ത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. നിങ്ങളുടെ ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് കൊറിയൻ ഡ്രാമ പോലെ തോന്നുന്നത്. ഇതുപോലെയൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയത് ഒരു ട്രാൻസ്ലേറ്റർ. ജാൻമണി പോയി രേണുസുധീനെ കളിയാക്കുന്നത് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ സ്റ്റീഫൻ ഹാക്കിൻസ് വീൽ ചെയർ ചെയ്തിട്ട് ഹുസൈൻ ബോൾട്ടിനെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് നിന്നുകൊണ്ട് എതിരെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ പ്രാവി ഒരാളാണ് ഇവിടെ വന്നിട്ട് മറ്റൊരാളെ കളിയാക്കുന്നത്. ഞാൻ ശപിക്കും, ഞാൻ ഞാൻ ബിസിനസ്സിൽ ഹൈ ക്ലാസ് ആണ്, യാത്ര നശിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇങ്ങനെ വന്ന് തൊലിച്ച ആളാണ് ഇവിടെ വന്നിട്ട് കളിയാക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണുസുധി സ്റ്റിൽ ബെറ്റർ ദാൻ യു ബ്രോ. സോറി പെങ്ങളെ. നഷ്ടപ്പെട്ടത് നിങ്ങൾക്കോ നമുക്കോ ഒന്നുമല്ല. ആ രേണുസുധി എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരി തന്റെ ഹസ്ബൻഡ്, ആ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് കയറി. മരിച്ചുപോയത് അവർക്കാണ്, നഷ്ടപ്പെട്ടത് അവർക്കാണ്. നമുക്കറിയത്തില്ല അതിന്റെ വിഷമം, അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് അങ്ങനെ ആയിരിക്കും. അത് കളിയായിക്കൊണ്ട് ഞാനിവിടെ ഇതിന് മനസ്സിലാക്കാൻ ഇനി അടുത്ത ട്രാൻസ്ലേറ്റർ പിടിച്ചുകൊണ്ട് വരണം. അതുകൊണ്ട് പറയണം, നമ്മൾ ആരെ കളിയാക്കാൻ നമ്മൾ അർഹനല്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ കളിയാക്കുന്നു, ഞാൻ അർഹനാണ്. ഓക്കെ, ബൈ, താങ്ക് യു.